Hi students, welcome back. Today we are going to discuss about vectors. Okay. Our first question, parallelogram helps to find the magnitude and direction of the resultant of two vectors. Parallelogram രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റും അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷനും കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. Write the resultant of two vectors. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റ് എഴുതുക. ഓക്കെ, നമുക്ക് രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ആ രണ്ട് വെക്ടേഴ്സ് വെക്ടർ എയും വെക്ടർ ബിയും ആയിട്ട് എടുക്കാം. ആ വെക്ടേഴ്സ് വെച്ച് നമുക്കൊരു പാരലോഗ്രാം വരച്ചു നോക്കാം. പാരലോഗ്രാം വരയ്ക്കും വെക്ടർ എ, വെക്ടർ ബി. വെക്ടർ എയും വെക്ടർ ബിയും സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം പോയിന്റിൽ നിന്നാണ് പാരലോഗ്രത്തിന്. ഇനി വെക്ടർ എക്ക് പാരലൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. വെക്ടർ ബിക്ക് പാരലൽ ആയിട്ട് ഇവിടെയും വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പാരലോഗ്രാം കിട്ടി. ഇനി ഈ പാരലോഗ്രത്തിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം വിച്ച് ഗീവ്സ് ദ റിസൾട്ടന്റ് അല്ലെ. പാരലോഗ്രത്തിന്റെ ഡയഗണൽ ആണ് റിസൾട്ടന്റ് പ്രൊവൈഡ് ചെയ്യുക. നോക്കി, ഇവിടെ വെക്ടർ എ ഉണ്ട്, ഇവിടെ വെക്ടർ ബി ഉണ്ട്. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഓക്കെ, അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ റിസൾട്ടന്റ് കാണുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. Okay. Resultant of a and b is root of a square plus b square plus 2ab cos theta. ഇതാണ് resultant of two vectors. Second one is, if the magnitude of the two vectors and the resultant are same, what is the angle between two vectors? ആ രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ വാല്യൂ ആണ്. വെക്ടർ എക്കും വെക്ടർ ബിക്കും ഒരേ വാല്യൂ ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് റിസൾട്ടന്റ് കിട്ടുന്ന ആ വെക്ടറിനും സെയിം വാല്യൂ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ ഏതാണ്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു root of a square plus b square plus 2ab cos theta. അല്ലേ? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെക്ടർ എയും വെക്ടർ ബിക്കും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി എക്സ് എന്ന് കൊടുക്കാം. വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി ഇസ് ഈക്വൽ ടു എക്സ്. ഇനി റിസൾട്ടന്റിനും എന്ത് തന്നിട്ടുണ്ട്? സെയിം മാഗ്നിറ്റ്യൂഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബിയും മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വെക്ടറും എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും മാഗ്നിറ്റ്യൂഡ് എക്സ് ആണെങ്കിൽ ഇനി നമുക്ക് ഇതിനൊക്കെ പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോ വെക്ടർ ആർ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയറിന് പകരം നമുക്ക് കൊടുക്കാം എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം കൊടുക്കാം എക്സ് സ്ക്വയർ പ്ലസ് 2 into x cos theta. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം റൂട്ട് കളയാൻ വേണ്ടിയിട്ട്. എക്സ് സ്ക്വയർ ഈക്വൽ ടു x square plus
2x square, x into x square cos theta. Okay. So x square equal to x square plus x square is equal to 2x square plus 2x square into cos theta. Okay. ഇനി നമുക്ക് 2x സ്ക്വയറിനെ അടുത്ത സൈഡിലേക്ക് എടുക്കാം. അപ്പോ x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ഈക്വൽ ടു 2x സ്ക്വയർ cos theta. x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം മൈനസ് x സ്ക്വയർ ഈക്വൽ ടു 2x സ്ക്വയർ cos theta. രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ ഉണ്ട്, രണ്ടിലെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇനി ഇവിടെ വരുന്നത് -1 is equal to 2 cos theta. ഓക്കെ, അപ്പോ 2 ഇങ്ങോട്ട് എടുക്കുമ്പോ -1/2 ഈക്വൽ ടു cos theta. cos theta ഏത് വാല്യൂവിനാണ് -1/2 വരിക അതൊന്ന് ഓർത്തു വെക്കുക. theta is equal to 120. ഓക്കെ, തീറ്റയുടെ വാല്യൂ 120 ഡിഗ്രി വരുമ്പോഴാണ്, അല്ലെങ്കിൽ cos 120 ആണ് എന്തെന്ന് പറയാം -1/2. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് cos 120 is equal to -1/2. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിട്ടാണ് വന്നിരിക്കുന്നത്, 120 ഡിഗ്രി. Our second question is find the angle between two vectors, vector A and vector B. വെക്ടർ എക്കും വെക്ടർ ബിക്കും ഇടയ്ക്കുള്ള ആംഗിള് കണ്ടുപിടിക്കുക. അതിനകത്ത് തന്നിരിക്കുന്ന ഫസ്റ്റ് വൺ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് ബി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതാം. മോഡുലസ് ഓഫ് വെക്ടർ എ plus modulus vector b is equal to modulus of vector a minus vector b. നമ്മൾ പാരലോഗ്രാം ലോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനില് മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇവിടെ റിസൾട്ടന്റ് അറിയാം. ആ റിസൾട്ടന്റ് നമുക്കൊന്ന് എഴുതാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. പാരലോഗ്രാം ലോയുടെ റിസൾട്ടന്റ് ആണിത്. ഇതുപോലെ തന്നെ നമുക്ക് മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി എഴുതാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇവിടെ പ്ലസ് ആണ്, എ പ്ലസ് ബി ആവുമ്പോ പ്ലസ് വരും, എ മൈനസ് ബി ആവുമ്പോ മൈനസ് 2ab cos theta. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos theta. ഓക്കെ, ഇനി രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടേംസ് ക്യാൻസൽ ചെയ്യാം. എ സ്ക്വയർ രണ്ട് സൈഡിലും ഉണ്ട്, ക്യാൻസൽ ആയി പോവും. ബി സ്ക്വയർ രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ആയി. ഇവിടെ നോക്കിയേ 2ab cos theta ഉണ്ട്, പക്ഷെ ഇപ്പുറം -2ab cos theta ആണ്, അപ്പൊ അതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 2ab cos theta പ്ലസ് 2ab cos theta ഈക്വൽ ടു 0. അപ്പൊ ഇവിടുന്ന് മൊത്തം എന്ത് എഴുതാം, 4ab cos theta ഈക്വൽ ടു 0. അപ്പോ ഈ വാല്യൂ 0 ആവണമെങ്കിൽ, 4ab cos theta 0 ആവണമെങ്കിൽ cos theta എത്ര വരണം? ഓക്കെ, എ എന്ന് പറയുന്ന വെക്ടറിന് ഒരു വാല്യൂ ഉണ്ട്, ബി എന്ന് പറയുന്ന വെക്ടറിന് ഒരു വാല്യൂ ഉണ്ട്, 4 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇനി 0 ആവണമെങ്കിൽ cos theta എന്താവണം, 0 ആയേ പറ്റൂ. അപ്പൊ cos theta is equal to cos theta equal to 0 ആവണം. cos theta 0 ആവണമെങ്കിൽ theta is equal to എത്ര ഡിഗ്രി വരണം, 90 ഡിഗ്രി.
ഓക്കെ, cos 90 is equal to 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ആംഗിൾ എത്രയാണ്? വെക്ടർ എക്കും മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി is equal to മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, സെക്കൻഡ് വൺ, വെക്ടർ എ ക്രോസ് വെക്ടർ ബി is equal to വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഓക്കെ, വെക്ടർ എക്കും വെക്ടർ ബിക്കും ഇടയ്ക്ക് ഉള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ തന്നെയാണ് ഇവിടെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്, ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി is equal to വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഓക്കെ, എ ക്രോസ് ബിയുടെയും എ ഡോട്ട് ബിയുടെയും വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. ആ വാല്യൂ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എ ക്രോസ് ബി is equal to എ ബി സൈൻ തീറ്റ. എ ക്രോസ് ബി is equal to എ ബി സൈൻ തീറ്റ. എ ഡോട്ട് ബി is equal to എ ബി കോസ് തീറ്റ. ഓക്കെ, രണ്ട് സൈഡിലും എ ബി ഉണ്ട്. എ ബിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സൈൻ തീറ്റ is equal to നമുക്ക് എന്ത് വരും? സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. അപ്പൊ സൈൻ തീറ്റയും കോസ് തീറ്റയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. സൈൻ ഏത് ആംഗിളിലാണ് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ ഈക്വൽ ആയിട്ട് വരിക? തീറ്റ is equal to 45 ഡിഗ്രിയിലാണ്. അപ്പോ ഇവിടെ നമുക്ക് എഴുതാം തീറ്റ is equal to 45 ഡിഗ്രി. സൈൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2. cos 45 is equal to 1/√2. ഓക്കെ, സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ ഈക്വൽ ആയി വരുന്നത് 45 ഡിഗ്രിയിലാണ്. ഓക്കെ, our third question, A and B are the two objects moving with the velocities vector VA and vector VB. രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ആ രണ്ട് ഒബ്ജക്ട്സും മൂവ് ചെയ്യുന്നത് വെലോസിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വെലോസിറ്റീസ് എന്ന് പറയുന്നത് VAയും VB ആണ്. അങ്ങനെയാണെങ്കിൽ what is the velocity of A relative to B? എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി എത്രയാണ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ടു ഡയമെൻഷനിൽ ആകെ ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. വെക്ടർ വി എ മൈനസ് വെക്ടർ VB. Velocity of A with respect to B. Vector VA minus vector VB. Okay. Second one. Rain is falling vertically with a speed of 36 meters per second. A woman rides a bicycle with a speed of 12 meters per second in the north-south direction. What angle should she hold her umbrella? അപ്പോൾ റെയിൻ ഫോൾ ചെയ്യുന്നുണ്ട്, അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വുമൺ ബൈസിക്കിൾ റൈഡ് ചെയ്യാണ്, അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, 12 meters per second എന്ന് തന്നിട്ടുണ്ട്. നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? സൈക്കിൾ ചവിട്ടി പോവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ആംഗിളിൽ അംബ്രല്ല പിടിച്ചാലാണ് ആ വുമൺ നനയാണ്ടിരിക്കുക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് ആംഗിളിൽ കൊട പിടിച്ചാൽ ആ ലേഡി നനയാണ്ട് ഇരിക്കും? അപ്പൊ റെയിൻ ഫോൾ ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പൊ നമുക്ക് അതിങ്ങനെ വരയ്ക്കാം, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. വെലോസിറ്റി ഓഫ് റെയിൻ ഓർ സ്പീഡ് ഓഫ് റെയിൻ തന്നിട്ടുണ്ട് 36 meters per second. ഇനി വുമൺ റൈഡ്സ് എ ബൈസിക്കിൾ. ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടാ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പോ വുമൺ റൈഡ്സ് ഹെർ ബൈസിക്കിൾ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇനി അതിന്റെ സ്പീഡോ വെലോസിറ്റി ഓഫ് വുമൺ എന്ന് പറയുന്നത്
12 meter per second. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? റിലേറ്റീവ് വെലോസിറ്റി കൊടുത്തേ പറ്റൂ. 2 ഡയമെൻഷൻ ആണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റെയിൻ with respect to velocity of movement, that is Vr minus Vw. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, Vr plus minus Vw. ഓക്കെ. അപ്പൊ റെയിൻ ഫോളോ ചെയ്യുന്നത് നേരെ താഴേക്ക്, അത് Vr നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് Vw ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. VW എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് മൈനസ് VW ആണ്. അപ്പൊ ആ മൈനസ് VW നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് VW ആണെങ്കിൽ മൈനസ് VW നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. VW is equal to 12 അല്ലെ, മൈനസ് VW 12 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? VR പ്ലസ് മൈനസ് VW, നമുക്ക് വേണ്ടത് മൈനസ് VW. അതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ തിരിച്ചു. അപ്പൊ നോക്കിയേ, ഒരു വെലോസിറ്റി ഇങ്ങോട്ട്, ഒരു വെലോസിറ്റി ഇങ്ങോട്ട്. ഓക്കെ. അപ്പോ ഇത് രണ്ടും എങ്ങനെയാ? പാരലോഗ്രാം പോലെ തന്നെയല്ലേ? സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു വെക്ടർ ഇങ്ങോട്ട്, ഒരു വെക്ടർ താഴേക്ക്. ഓക്കെ. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ആ സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റിസൾട്ടന്റ് വെക്ടർ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, വെക്ടർ ആണ്. ഓക്കെ. ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അംബർല ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പൊ കുട പിടിക്കേണ്ട ഡയറക്ഷൻ ഏതാണ്? ഇത് അംബർല ആയിട്ട് എടുക്കാം. അംബർല ഈ ഡയറക്ഷനിലാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഈ ഡയറക്ഷൻ ആണ് നമുക്ക് അംബർല ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ രീതിയിൽ ഇതെടുക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ അംബർല ഹോൾഡ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ആണ്. ഓക്കെ. റെയിൻ ഫോളിംഗ് വെർട്ടിക്കലി ഡൗൺവേർഡ് എന്ന് പറഞ്ഞു. റെയിനുമായിട്ട് അംബർല ഹോൾഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഇതേ ഇത്ര ആണ് അല്ലെ? ഇത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെടുക്കാം? തീറ്റ. ഇവിടെ VR ഉണ്ട്. തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡിന്റെ വാല്യൂ ഉണ്ട് 36. ഓക്കെ. ഇനി VW ഇവിടെ ഉണ്ട്. ഈ VWന് പാരലൽ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ അത് എന്ത് തന്നെയായിരിക്കും? 12 അല്ലെ? പാരലൽ ആണല്ലോ. അപ്പൊ 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ആ ട്രയാങ്കിളിൽ നിന്ന് ഇവിടെ ഈ വശം നമുക്കറിയാം 36 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ സൈഡ് എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അടുത്ത് കിടക്കുന്ന സൈഡും ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ട്രിഗണോമെട്രി യൂസ് ചെയ്യാം? ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം. ഓക്കെ. അപ്പൊ ഇത് എത്ര വരും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, എതിരെ കിടക്കുന്നത് 12 ആണ്, അടുത്ത് കിടക്കുന്നത് 36 ആണ്. 12 by 36 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ എത്ര വരും? 1/3. ഓക്കെ. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/3 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു ടാൻ അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? ടാൻ ഇൻവേഴ്സ് 1/3. അപ്പൊ നമ്മുടെ റിസൾട്ട് എത്ര വന്നു? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/3. ആ ആംഗിളിലാണ് നമ്മൾ പിടിക്കേണ്ടത്. ഓക്കെ. That's all about today's question. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.